നടൻ ശ്രീനിവാസന് ഹൃദയമുലഞ്ഞാണ് മക്കളും പ്രിയപ്പെട്ടവരും യാത്രാമൊഴിയേകിയത്. തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരുന്നു. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് 2 മക്കളും ചേർന്ന് തീ കൊളുത്തിയത്. മകൻ വിനീത് ശ്രീനിവാസനാണ് ആദ്യം ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു പിന്നീട്. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതീവ ദുഃഖത്തോടെയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. അങ്ങേയറ്റം വൈകാരിക നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ടെ വീടും പരിസരവും സാക്ഷിയായത്. മക്കളായ വിനീതും ധ്യാനും കണ്ണീരോടെയാണ് അന്ത്യകർമ്മങ്ങൾ ഓരോന്നും നിർവഹിച്ചത്. മൂത്തമകൻ വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ കൊളുത്തവേ തൊട്ടരികെ ധ്യാനും ഉണ്ടായിരുന്നു. ആ സമയം വിനീതിൻ്റെ മൂത്ത മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അച്ഛനരികെ നിന്നത്. ഒരേ സമയം മലയാളത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസനെ പേനയും പേപ്പറും നെഞ്ചോട് ചേർത്താണ് ആത്മസുഹൃത്ത് സത്യൻ അന്തിക്കാട് യാത്രയാക്കിയത്. അവസാനമായി പ്രിയതാരത്തെ ഒരു നോക്കു കാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. രാവിലെ 10 മണിക്ക് സംസ്കാരം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ജനപ്രവാഹത്തിൻ്റെ ഒഴുക്കു കാരണം സംസ്കാരം 12 മണി കഴിഞ്ഞാണ് നടന്നത്. ഇന്നലെ രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് 8:30 അന്ത്യം സംഭവിച്ചത്. പ്രിയ നടന്റെ മരണവിവരം അറിഞ്ഞതോടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ജനം ഒഴുകുകയായിരുന്നു. പകൽ 11 മൃതദേഹം കണ്ടനാട് വട്ടുകുന്ന് റോഡിലുള്ള പാലാഴി വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ജനക്കൂട്ടം വഴിയിൽ കാത്തുനിന്നിരുന്നു. തുടർന്ന് 12 മണിയോടെ പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചു. 3 വരെയായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും ജനത്തിരക്ക് കാരണം 3:45 വരെ നീണ്ടു. തുടർന്ന് കണ്ടനാട്ടെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുപോയി. മകനും നടനുമായ വിനീത് ശ്രീനിവാസൻ ചെന്നൈയിലേക്ക് പോകാൻ രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയിരുന്നു. മരണവാർത്തയറിഞ്ഞ് തിരികെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയും കോഴിക്കോട് ഷൂട്ടിലായിരുന്ന മകൻ ധ്യാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു. തുടർന്ന് അച്ഛൻ്റെ മൃതദേഹത്തിനരികെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ധ്യാനും വിനീത് ശ്രീനിവാസനും നിന്നത്. ഓരോ നിമിഷവും അച്ഛനോടുള്ള ആ മക്കളുടെ സ്നേഹം എത്രയായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് മലയാളികൾ കണ്ടതെല്ലാം. ഒടുവിൽ ഹൃദയം നിലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു സംസ്കാര ചടങ്ങിലും നടന്നത്. എല്ലാം കഴിഞ്ഞ് ചേട്ടൻ വിനീത് ശ്രീനിവാസൻ അനുജനെ കെട്ടിപ്പിടിച്ച് കരയവേ എനിക്ക് ഈ സങ്കടം താങ്ങാൻ കഴിയുന്നില്ലെന്ന് ധ്യാൻ പറയുന്നതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. മക്കൾ മാത്രമല്ല മരുമക്കളും വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു അച്ഛൻ്റെ ചിതയെരിയുമ്പോൾ. അതേസമയം നെഞ്ചുപൊട്ടുന്ന വേദനയിലും 2 മക്കൾക്കും താങ്ങായി നിൽക്കുകയായിരുന്നു അമ്മ വിമല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.